പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകി ഉൽപാദനം ശക്തമാക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശം നൽകി. 10% ഉൽപാദനം വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്ധന പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമല്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് മുൻഗണന നൽകാൻ വിതരണക്കാർക്ക് പെട്രോളിയം മന്ത്രാലയത്തിന് നിർദ്ദേശം. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിതരണത്തിന് രണ്ടാമതായി മുൻഗണന നൽകും. വ്യാവസായിക മേഖലയിലെ ലഭ്യത ഉറപ്പുവരുത്താൻ എണ്ണ കമ്പനി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. ഇന്ധന വരവ് നിലച്ചതോടെ ഗുജറാത്തിലെ സെറാമിക് ടൈൽ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തനം നിർത്തി. എന്നാൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമല്ലെന്നും 10% അധികം ഉൽപാദനം ഏർപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഹോർമുസ് കടലിടുക്കൊഴികെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 70% അസംസ്കൃത എണ്ണ ഇന്ത്യയിൽ എത്തുന്നതായും മന്ത്രാലയം പറയുന്നു. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത തുടങ്ങിയവ തടയുവാൻ ഗാർഹിക സിലിണ്ടറുകൾ ബുക്കിംഗിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിൽ കാലയളവ് 25 ദിവസമാക്കി. ഇന്ത്യ-US വ്യാപാര കരാറാണ് പ്രതിസന്ധി തുടങ്ങാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും ഇന്ധന പ്രതിസന്ധി ചർച്ചയായി. എന്നാൽ ഭരണപക്ഷം വിഷയം കാര്യമായി എടുക്കാൻ മുതിർന്നില്ല. ഇതോടെ ഇരുസഭകളും പ്രക്ഷുബ്ധം. ഇന്ധന പ്രതിസന്ധി രൂക്ഷമല്ല എന്ന് ആവർത്തിക്കുകയാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. റിപ്പോർട്ടർ, ദില്ലി.